പാണ്ഡവരുടെ സർവ്വ സൈന്യാധിപനായി ആരെ നിയമിക്കണമെന്നുള്ള ആലോചനയായി. ഇക്കാര്യത്തിൽ സഹോദരന്മാരുടെ അഭിപ്രായം യുധിഷ്ഠിരൻ ആരാഞ്ഞു. തങ്ങളുടെ ബന്ധുവും ധാർമ്മികനും യുദ്ധനിപുണനുമായ വിരാട രാജാവായിരിക്കും സർവ്വ സൈന്യാധിപനായിരിക്കുവാൻ യോഗ്യനെന്നായിരുന്നു സഹദേവന്റെ അഭിപ്രായം. ഭീഷ്മരെ നിഗ്രഹിക്കുവാനായി പിറന്ന ശിഖണ്ഡിയായിരിക്കും പാണ്ഡവ സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപനായിരിക്കുവാൻ ഏറ്റവും അർഹനെന്ന് ഭീമസേനൻ പറഞ്ഞു. അദൃശ്യമായ പ്രഭാവമുള്ള ശിഖണ്ഡിയെ പോരിൽ വെല്ലുവാൻ കെൽപ്പുള്ള ആരുമില്ലാത്തതുകൊണ്ട് ശിഖണ്ഡി സർവ്വ സൈന്യാധിപനായിരിക്കണമെന്ന് ഭീമൻ അഭിപ്രായപ്പെട്ടു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം മറ്റൊന്നാണ്. തപസ്സിന്റെ പ്രഭാവം കൊണ്ട് ജനിച്ചവനാണ് ദൃഷ്ടദ്യുമ്നൻ. അവൻ മഹാവീരനും സിംഹതുല്യ പരാക്രമനുമാണ്. അവൻ സത്യവാദിയും ജിതേന്ദ്രിയനുമാണ്. ദ്രോണപദത്തിനായി പിറന്നവനാണ്. ഭീഷ്മന്റെ ശരങ്ങളെ തടുക്കുവാൻ ത്രാണിയുള്ളവനാണ്. ആകയാൽ ദൃഷ്ടദ്യുമ്നൻ സർവ്വ സൈന്യാധിപത്യം ഏൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സഹോദരന്മാർ 4 പേരും 4 വിധത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ യുധിഷ്ഠിരൻ കുഴങ്ങി. അദ്ദേഹം പറഞ്ഞു, വൃദ്ധനായാലും യുവാവായാലും നമ്മുടെ സേനാനിയാണ് നമ്മുടെ ജയത്തിന്റെ ആണിക്കല്ല്. ആകയാൽ സേനാനിയെ നിശ്ചയിക്കുന്ന കാര്യം സർവപ്രധാനമാണ്. നിങ്ങളിൽ 4 പേരും 4 പേരെയാണ് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാറ്റിൻ്റെയും ബലാബലങ്ങളെയും സാരങ്ങളെയും അറിയുന്നവരായ കൃഷ്ണൻ നിർദ്ദേശിക്കട്ടെ നമ്മുടെ സേനാധിപതി ആരായിരിക്കണമെന്ന്. നമുക്ക് അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിക്കാം. എല്ലാവരും അത് സമ്മതിച്ചുവെന്ന അർത്ഥത്തിൽ തലകുലുക്കി. കൃഷ്ണൻ എന്താണ് പറയുന്നതെന്നറിയുവാൻ അവർ ഉറ്റുനോക്കി. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടവരെല്ലാം എനിക്ക് സമന്മാർ തന്നെയാണ്. എല്ലാവരും സേനാനായകന്മാരായിരിക്കുവാൻ കഴിവും സാമർഥ്യവും ഉള്ളവരാണ്. എങ്കിലും സുമുഖനും സുബാബാഹുവും മഹാപ്രഭനും യുവാവുമായ ദൃഷ്ടദ്യുമ്നൻ സർവ്വസൈന്യാധിപനാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൃഷ്ണൻ അഭിപ്രായ പ്രകടനം നടത്തിക്കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരാദികൾക്ക് മറ്റൊന്നും ചിന്തിക്കുവാനുണ്ടായിരുന്നില്ല. അവരെല്ലാം ഹസ്തദാനം നടത്തി കൃഷ്ണന്റെ അഭിപ്രായം ഏകകണ്ഠമായി ആമോദത്തോടെ അംഗീകരിച്ചു. ദൃഷ്ടദ്യുമ്നനെ സർവ്വ സൈന്യാധിപനായി നിയോഗിച്ചു. പാണ്ഡവന്മാരുടെ തീരുമാനങ്ങൾ രാജാക്കന്മാരെയും സേനാനായകന്മാരെയും സൈന്യങ്ങളെയും അറിയിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും യുദ്ധകലി ബാധിച്ച് അട്ടഹസിക്കുകയും ആക്രോശിക്കുകയും ചെയ്തു. ശംഖം, ദുന്ദുബി, ഭേരി തുടങ്ങിയ വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദം മുഴങ്ങി. സർവ്വ സൈന്യാധിപനെയും ഓരോ അക്ഷൗഹിണിയുടെ നായകന്മാരെയും ഉപനായകന്മാരെയും സംഖ്യാതീതങ്ങളായ സൈന്യങ്ങളുടെയും രണശൂരന്മാരായ രാജാക്കന്മാരുടെയും മധ്യത്തിൽ വെച്ച് അവരോധിച്ചു. അപ്പോഴേക്കും മറ്റൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. യുധിഷ്ഠിരൻ ഗുരുജനങ്ങളെയും ദേവന്മാരെയും വണങ്ങി. ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകി അവരുടെ ആശംസകൾ ഏറ്റുവാങ്ങി. നല്ല സമയം നോക്കി പോർച്ചട്ടയണിഞ്ഞ് ആയുധങ്ങളുമേന്തി പോർക്കളത്തിലേക്ക് പുറപ്പെട്ടു. എല്ലാവരും യുദ്ധാവേശം കൊണ്ട് ഉച്ചത്തിൽ അട്ടഹസിച്ചു. ശംഖുനാദവും പെരുമ്പറനാദവും മുഴക്കി. ദിഗന്ധങ്ങളെ ഭേദിക്കുന്ന തരത്തിലുള്ള ഗംഭീരവും ഭയാനകവുമായ ശബ്ദം ഭൂമിയെയും അന്തരീക്ഷത്തെയും വിറപ്പിച്ചു. ഏറ്റവും മുന്നിൽ ദൃഷ്ടദ്യുമ്നനും തൊട്ടു പിന്നിലായി ഭീമനും മധ്യത്തിൽ യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ ചുറ്റിലുമായി നകുല സഹദേവന്മാരും പിന്നിൽ രാജാക്കന്മാരും സേനാനായകന്മാരും സൈന്യങ്ങളും വാഹനങ്ങളും ആയിട്ടാണ് യാത്ര പുറപ്പെട്ടത്. കൃഷ്ണാർജുനന്മാർ ഒരു തേരിൽ ഇരുന്നു കൊണ്ട് സേനാ സമൂഹത്തിന്റെ 4 ഭാഗത്തും ചുറ്റിക്കൊണ്ടേയിരുന്നു. യുധിഷ്ഠിരനും സംഘവും സൈന്യങ്ങളും കുരുക്ഷേത്രത്തിലെ വിശാലമായ മൈതാനത്ത് എത്തിച്ചേർന്നിരുന്നു. നല്ല നിരപ്പുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് താവളം ഉറപ്പിച്ചു. വിശ്രമത്തിനാവശ്യമായ ശിബിരങ്ങൾ പണിതു. അന്നശാലകളും പാചകശാലകളും കെട്ടി. സൈനിക വൈദ്യന്മാർക്ക് ആവശ്യകമായ പ്രവൃത്തി സ്ഥലങ്ങൾ നിർമ്മിച്ച് അവിടെ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു. എല്ലാവരും യുദ്ധലഹരി പിടിച്ച് ശത്രുമധ്യത്തിലേക്ക് കുതിക്കുവാൻ അക്ഷമരായി കാത്തുനിന്നു. അടുത്ത ദിവസം തികച്ചും അപ്രതീക്ഷിതമായി ബലരാമൻ പാണ്ഡവരുടെ ശിബിരത്തിലെത്തി. കൃഷ്ണനും പാണ്ഡവന്മാരും മറ്റുള്ളവരുമായി യുദ്ധകാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ. നീലപ്പട്ടുടുത്ത് മതം കൊണ്ട് ചുവന്ന കണ്ണുകളുമായി സിംഹപരാക്രമിയായ കൃഷ്ണ സഹോദരൻ സദസ്സിൽ പ്രവേശിച്ചപ്പോൾ എല്ലാവരും ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്ദിച്ചു, ഉപവിഷ്ടനാക്കി.
അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും ഇരുന്നു. ബലരാമൻ പറഞ്ഞു, സന്ധി സംഭാഷണങ്ങൾ അലസിപ്പിരിഞ്ഞുവെന്നും യുദ്ധം ചെയ്യുവാൻ രണ്ടു കൂട്ടരും തയ്യാറായി നിൽക്കുന്നുവെന്നും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ യുദ്ധം ക്ഷത്രിയർക്ക് മാത്രമല്ല, മാനവരാശിക്കൊട്ടാകെ തന്നെ വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. എനിക്കിത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പാണ്ഡവരും കൗരവരും ഒന്നുപോലെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ഇരുവരോടും തുല്യനില പാലിക്കണമെന്ന് ഞാൻ കൃഷ്ണനോട് പറഞ്ഞതാണ്. എന്നാൽ അർജുനനോടുള്ള മമത കൂടുതൽ കൊണ്ട് കൃഷ്ണൻ എൻ്റെ ഉപദേശം കേൾക്കുവാൻ തയ്യാറായില്ല. അവൻ പാണ്ഡവ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു. കൃഷ്ണനെതിരായിട്ടൊന്നും പ്രവർത്തിക്കുവാൻ എനിക്കിഷ്ടവുമില്ല. അതുകൊണ്ട് ഞാനും പാണ്ഡവ പക്ഷത്ത് തന്നെയാണ്. വിജയം പാണ്ഡവർക്കായിരിക്കുമെന്നും എനിക്കുറപ്പുണ്ട്. എന്നിരുന്നാലും ദുര്യോധനൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അവരും കൂട്ടരും നശിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുവാൻ എനിക്ക് വയ്യ. അതിനാൽ തൽക്കാലം ഞാനിവിടെ നിൽക്കുന്നില്ല, ഒരു തീർത്ഥയാത്രയ്ക്കായി പോവുകയാണ്. കൃഷ്ണനും പാണ്ഡവരും ബലഭദ്രന്റെ അഭിപ്രായം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ബലരാമൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. ഇതൊരനുഗ്രഹമായിട്ടാണ് എല്ലാവരും കരുതിയത്. ബലരാമൻ പോയിക്കഴിഞ്ഞ് അല്പനേരം ചെന്നപ്പോൾ വിദർഭ രാജാവിൻ്റെ പുത്രനും കൃഷ്ണന്റെ സാല്യനുമായ രുക്മി പാണ്ഡവ ശിബിരത്തിലെത്തി. വിദർഭ രാജാവായ ഭീഷ്മന് 5 പുത്രന്മാരും രുക്മിണി എന്നൊരു പുത്രിയുമാണ് ഉണ്ടായിരുന്നത്. കിരീടാവകാശി മൂത്തപുത്രൻ രുക്മിയായിരുന്നു. രുക്മിണി മഹാലക്ഷ്മിയെപ്പോലെ മനോഹരിയായിരുന്നു. അവളുടെ ചാരുതയാർന്ന ചിഗുരവും വിസ്തൃതമായ ഭാലസ്ഥലവും വില്ലുപോലെ വളഞ്ഞ ചില്ലിക്കുടിയും നളിതളം പോലെയുള്ള നയനങ്ങളും സുന്ദരമായ നാസികയും ചെന്തൊണ്ടിപ്പഴത്തെ വില്ലുന്ന ചുണ്ടുകളും അവളുടെ വദനനാവിന്ദത്തിന്റെ അഴക് വർദ്ധിപ്പിച്ചു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ശ്രീകൃഷ്ണന്റെ അവധാനങ്ങളെപ്പറ്റി കേൾക്കുവാനിടയായ അവൾ അദ്ദേഹത്തിൽ അനുരക്തയാവുകയും അദ്ദേഹത്തെ തന്റെ മനസ്സിൽ വരിക്കുകയും ചെയ്തു. രുക്മിക്ക് കൃഷ്ണനോട് ഒടുങ്ങാത്ത പകയുണ്ടായിരുന്നു. തന്മൂലം രുക്മിണിയെ യാതൊരു കാരണവശാലും കൃഷ്ണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയില്ലെന്ന് അയാൾ തീരുമാനിച്ചു. ചേരി രാജാവായ ശിശുപാലനെയാണ് തന്റെ സഹോദരിക്ക് അനുരൂപനായ വരനായി അയാൾ നിശ്ചയിച്ചത്. ഭീഷ്മരാജാവ് വൃദ്ധനായിരുന്നതുകൊണ്ട് അനന്തരാവകാശി എന്ന നിലയിൽ രാജ്യകാര്യങ്ങളൊക്കെ നോക്കി വരുന്നത് രുക്മിയാണ്. ആകയാൽ അയാളുടെ ഹിതത്തിന് വിപരീതമായി എന്തെങ്കിലും പ്രവർത്തിക്കുവാനുള്ള കഴിവോ തൻ്റെ ഇടമോ രാജാവിനുണ്ടായിരുന്നില്ല. രുക്മിണിയും ശിശുപാലനും തമ്മിലുള്ള വിവാഹം അങ്ങനെ നിശ്ചയിക്കപ്പെട്ടു. എന്തായാലും കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്ന രുക്മിണി പരിങ്ങലിലായി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ വിഷണ്ണയായി. അവൾ വിശ്വസ്തനായ ഒരു ബ്രാഹ്മണന്റെ സഹായം തേടി. അദ്ദേഹം ദ്വാരകയിൽ പോയി കൃഷ്ണനെ കണ്ട് വിവരങ്ങളെല്ലാം അറിയിക്കാമെന്ന് സമ്മതിച്ചു. ഒരു കത്തുമായി ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ദ്വാരകയിലെത്തിയ ബ്രാഹ്മണൻ രുക്മിണിയുടെ ശോചനീയമായ നില കൃഷ്ണനെ വിവരിച്ചു കേൾപ്പിക്കുകയും രുക്മിണിയുടെ കത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. കത്ത് ഇപ്രകാരമായിരുന്നു: പ്രാണനാഥ, ഞാൻ അങ്ങയെ എത്രയോ നേരത്തെ ഭർത്താവായി വരിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ എന്നെ എൻ്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ജ്യേഷ്ഠൻ നിശ്ചയിച്ചിരിക്കുന്നു. ആകയാൽ ഉടൻ തന്നെ അങ്ങ് ഇവിടെ എത്തി എന്നെ ശിശുപാലനിൽ നിന്നും രക്ഷിച്ച് എനിക്ക് അഭയം നൽകണം. ഈ ശ്രമത്തിൽ അങ്ങയ്ക്ക് ശിശുപാലന്റെ സൈന്യങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വന്നേക്കും. എങ്കിലും അങ്ങയ്ക്ക് ആ സംഘടനത്തിൽ വിജയിച്ച് എന്നെ ഹരിച്ചുകൊണ്ടു പോകുവാൻ കഴിയും. ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അങ്ങ് ക്ഷേത്രസന്നിധിയിൽ എത്തിയാൽ അതായിരിക്കും എന്നെ രക്ഷിച്ചിട്ടു പോകുവാൻ ഏറ്റവും പറ്റിയ സ്ഥലവും സന്ദർഭവും. അങ്ങ് അവിടെ എത്തിച്ചേരുന്നില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും അങ്ങയോട് ഒന്നു ചേരാമെന്നുള്ള പ്രത്യാശയിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. കത്തുവായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ കൃഷ്ണൻ രുക്മിണിയെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കാതെ രഥത്തിൽ കയറി വിദർഭരാജ്യത്തിന്റെ തലസ്ഥാനമായ കുന്തിനാപുരത്തേക്ക് പുറപ്പെട്ടു. ബലരാമനോട് പോലും ഒന്നും പറയാതെയാണ് കൃഷ്ണൻ ദ്വാരക വിട്ടത്. എങ്കിലും അദ്ദേഹം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. കുന്തിനപുരത്തേക്ക് ഏകനായി പുറപ്പെട്ട കൃഷ്ണന്റെ രക്തം കുടിക്കുവാൻ ആജന്മ ശത്രുക്കളായ ശിശുപാലനും ജരാസന്ധനും അവിടെ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ സൈന്യങ്ങളെ സജ്ജീകരിച്ച് വിദർഭയിലേക്ക് പുറപ്പെട്ടു. കുന്തിനപുരം കമനീയമായി അലങ്കരിച്ചിരുന്നു. ശിശുപാലനും ജരാസന്ധനും മറ്റു രാജാക്കന്മാരുമൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. പട്ടണവാസികൾ കൗതൂഹല ചിത്തരായി വിവാഹഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ കാത്തിരുന്നു.
വിവാഹ ദിവസം പ്രഭാതത്തിൽ രുക്മിണി തോഴിമാരാൽ അനുഗതയായി അംഗരക്ഷകരുടെ അകമ്പടിയോടെ ക്ഷേത്രദർശനത്തിനായി പുറപ്പെട്ടു. അവൾ ക്ഷേത്രത്തിലെത്തി. പാർവതിയാണ് അവിടുത്തെ ദേവി. രുക്മിണി ദേവിയുടെ മുന്നിൽ മുട്ടുകുത്തി കണ്ണുനീർ തൂവിക്കൊണ്ട് ഹൃദയാംഗമായി പ്രാർത്ഥിച്ചു. അമ്മേ ദേവി, അഗതിയായ അടിയനെ കാത്തു രക്ഷിക്കണമേ. എൻ്റെ പ്രാണപ്രിയനായ കൃഷ്ണൻ എന്നെ പാണിഗ്രഹണം ചെയ്യണമെന്നുള്ള എൻ്റെ അഭീഷ്ടം നിറവേറ്റിത്തരണമേ. രുക്മിണി ആരാധന കഴിഞ്ഞ് പുറത്തു നിന്നു. ക്ഷേത്രത്തിന്റെ പടികളിറങ്ങുമ്പോൾ കൃഷ്ണന്റെ രഥം ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടു. അനാഥയായ കുട്ടി അമ്മയെ കാണുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഓടി അണയുന്നത് പോലെ രുക്മിണി കൃഷ്ണന്റെ രഥത്തിന് സമീപത്തേക്ക് ഓടി. ചമ്മട്ടിയുമേന്തി കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചു നിൽക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന ഇരുമ്പ് കണക്കി അവൾ രഥത്തിനുള്ളിലേക്ക് ചാടിക്കയറി. അവൾ കയറിക്കഴിഞ്ഞ ഉടൻ തന്നെ കൃഷ്ണൻ കുതിരകളെ ഓടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കൃഷ്ണനും രുക്മിണിയും അപ്രത്യക്ഷരായി. ഇതെല്ലാം കണ്ട ആളുകൾ വായും പിളർന്ന് അമ്പരന്ന് നിന്നുപോയി. രുക്മിണിയുടെ അംഗരക്ഷകർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവർ കൊട്ടാരത്തിലെത്തി വിവരം രുക്മിയെ അറിയിച്ചു. ജനാർദ്ദനനെ കൊന്നതല്ലാതെ താൻ തിരിച്ചു വരികയില്ലെന്നുള്ള പ്രതിജ്ഞയോടെ രുക്മി ഒരു വലിയ സൈന്യവുമായി കൃഷ്ണനെ പിന്തുടർന്നു. അപ്പോഴേക്കും ബലരാമൻ സൈന്യസമ്മേതനായി കുന്തിനാപുരിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. രുക്മിയുമായി ഏറ്റുമുട്ടിയ അദ്ദേഹം രുക്മിയെ നിശേഷം പരാജിതനാക്കി. തോൽവിയിൽ അപമാനിതനായ രുക്മി കുന്തിനാപുരത്തേക്ക് മടങ്ങിപ്പോയില്ല. അവൻ അവിടെ തന്നെ ഭോജകടം എന്നൊരു രാജധാനി പണിയിച്ച് പാർത്തുകൊണ്ട് രാജ്യഭാരം ചെയ്തു. അവൻ പിൽക്കാലത്ത് വലിയ പ്രതാപശാലിയുമായി തീർന്നു. അങ്ങനെയിരിക്കെ കുരുക്ഷേത്രത്തിൽ യുദ്ധം ആസന്നമായിരിക്കുമെന്നറിഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹം അവനുണ്ടായി. വാസുദേവനുമായി സ്നേഹബന്ധം പുനഃസ്ഥാപിക്കണമെന്ന ആശയോടെ രുക്മി പാണ്ഡവന്മാരെ സഹായിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഒരു അക്ഷോഹിണി സൈന്യവുമായി കുരുക്ഷേത്രത്തിലെത്തി. അങ്ങനെയാണ് അവൻ പാണ്ഡവ ശിബിരത്തിലെത്തിയത്. കൃഷ്ണന്റെ ശാല്യനായ രുക്മിയെ യുധിഷ്ഠിരൻ വേണ്ട പോലെ സ്വീകരിച്ച് ആദരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം രുക്മി അർജുനനോട് പറഞ്ഞു, ഹേ ധനഞ്ജയ, പോരിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. എന്നെപ്പോലെ വിക്രമമായിട്ട് മറ്റാരും ഈ കൂട്ടത്തിലില്ല. ഞാൻ ഒറ്റയ്ക്ക് സകലരെയും ജയിച്ച് രാജ്യം വീണ്ടെടുത്തു നൽകാം. ഭവാൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കൃഷ്ണനും മറ്റും രാജാക്കന്മാരും ഉൾക്കൊള്ളുന്ന സദസ്സിൽ വെച്ചാണ് രുക്മി ഇപ്രകാരം പറഞ്ഞത്. ബൽഗുണൻ പുഞ്ചിരി തൂകിക്കൊണ്ട് കൃഷ്ണനെയും സഹോദരന്മാരെയും നോക്കി. അഹന്തയോടുകൂടിയുള്ള രുക്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുനന് അവരോട് പുച്ഛമാണ് തോന്നിയത്. അർജുനൻ പറഞ്ഞു, അല്ലയോ രുക്മി, ഞാൻ കുരുവംശത്തിൽ പിറന്നവനാണ്. പാണ്ഡുവിന്റെ പുത്രനാണ്. ദ്രോണാചാര്യന്റെ ശിഷ്യനാണ്. വസുദേവനാണ് എൻ്റെ തേര് തെളിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള വില്ല് ഗാണ്ഡീവമാണ്. പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? ഞാൻ ഒറ്റയ്ക്ക് ഗന്ധർവന്മാരോടും ദേവേന്ദ്രനോടും നിവാത കവച കാലകേയന്മാരോടും കൗരവരോട് തന്നെയും ഓരോ സന്ദർഭത്തിൽ പോരാടി ജയിച്ചത് അങ്ങേക്കറിവില്ലേ? സാക്ഷാൽ പരമശിവനെ പോലും ഞാൻ പോരിൽ തൃപ്തിപ്പെടുത്തിയവനാണ്. അങ്ങനെയുള്ള ഞാൻ യുദ്ധത്തെ ഭയപ്പെടുകയോ? എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമില്ല. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി തീർന്ന രുക്മി തൻ്റെ പടയുമായി നേരെ ദുര്യോധനന്റെ സമീപത്തേക്കാണ് പോയത്. പാണ്ഡവന്മാർ നിരസിച്ച രുക്മിയുടെ സഹായം സ്വീകരിക്കുവാൻ ദുര്യോധനനും തയ്യാറായില്ല. പാണ്ഡവർ ഉപേക്ഷിക്കുന്നതൊക്കെ സ്വീകരിക്കുവാനുള്ള ഗതികേട് എനിക്കുണ്ടായിട്ടില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞു. ഇരുകൂട്ടരുടെയും അവജ്ഞയ്ക്ക് പാത്രമായി രുക്മി ഭോജകടത്തിലേക്ക് മടങ്ങിപ്പോയി. യുദ്ധത്തിൽ സഹായിക്കുക എന്നുള്ള സദുദ്ദേശത്തേക്കാൾ തൻ്റെ പ്രഭാവം കാണിക്കണമെന്നുള്ള അഹങ്കാര ബുദ്ധിയാണ് അയാൾക്കുണ്ടായിരുന്നത്. തന്മൂലം ഇരു കക്ഷികൾക്കും അയാൾ അസ്വീകാര്യനായി തീർന്നു. അങ്ങനെയിരിക്കെ കൃഷ്ണൻ കൗരവരോട് അതൃപ്തനായിട്ടാണല്ലോ ഹസ്തിനാപുരിയിൽ നിന്ന് മടങ്ങിയത്. ഇനിയും എന്താണുണ്ടാകുവാൻ പോകുന്നതെന്നുള്ള ചിന്ത കൗരവരെ അലട്ടി. ഭീഷ്മ ദ്രോണാദികളും കൃപനും ധൃതരാഷ്ട്രരും ഗാന്ധാരിയുമൊക്കെ അത്യന്തം ദുഃഖിതരായി. പാണ്ഡവന്മാർക്ക് പകുതി രാജ്യം കൊടുത്തില്ലെങ്കിൽ അല്ലാതെ യുദ്ധം ഒഴിവാക്കുവാൻ സാധ്യമല്ലെന്ന് അവർക്കൊക്കെ വിശ്വാസമുണ്ടായിരുന്നു. അവസാനത്തെ ശ്രമമെന്ന നിലയിൽ അവരൊക്കെ വീണ്ടും വീണ്ടും ദുര്യോധനനെ ഉപദേശിച്ചു. എന്നാൽ അവൻ ആരുടെയും ഉപദേശം സ്വീകരിക്കുവാൻ തയ്യാറായില്ല. ദുര്യോധനൻ പടയൊരുക്കങ്ങൾ ആരംഭിച്ചു. കൃഷ്ണൻ ഉപപ്ലവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പാണ്ഡവന്മാർ കുരുക്ഷേത്രത്തിലേക്ക് പടയുമായി പുറപ്പെടുമെന്നായിരുന്നു കൗരവരുടെ നിഗമനം. ഹസ്തിനാപുരിയിലെത്തുന്ന രാജാക്കന്മാരെയും മറ്റുമായി ദുര്യോധനൻ തിരക്കിട്ട ആലോചന നടത്തി. അടുത്ത പ്രഭാതത്തിൽ സൈന്യങ്ങളുമായി കുരുക്ഷേത്രത്തിലെത്തുവാൻ തീരുമാനിച്ചു. രാത്രിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി
പ്രഭാതത്തോടെ ദുര്യോധനൻ തന്റെ ഭാഗത്തുണ്ടായിരുന്ന 11 അക്ഷൗഹിണി സൈന്യത്തെ നയിച്ചുകൊണ്ട് കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഭടന്മാരെയെല്ലാം യുദ്ധകലി ബാധിച്ച് ആവേശഭരിതരായിരുന്നു. ദുര്യോധനന്റെ ഭാഗത്തുണ്ടായിരുന്ന രാജാക്കന്മാരെയെല്ലാം യുദ്ധത്തിൽ ജയിക്കുന്നതിനു വേണ്ടി എന്ത് ത്യാഗത്തിനും സന്നദ്ധരായിരുന്നു. 10,000-കണക്കിന് ഗജങ്ങളും അശ്വങ്ങളും തേരുകളും ആയുധങ്ങളും സൈന്യങ്ങളോടും കൂടെ ഒപ്പമുണ്ടായിരുന്നു. പാണ്ഡവർ കുരുക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കൗരവർ അവിടെ എത്തിച്ചേർന്നു. അവർ തക്കതായ ഒരു സ്ഥലത്ത് താവളമുറപ്പിച്ചു. ധാരാളം ശിബിരങ്ങളും അന്നശാലകളും വൈദ്യമന്ദിരങ്ങളുമൊക്കെ കെട്ടിയുണ്ടാക്കി അവയിലൊക്കെ ധാരാളം സാധന സാമഗ്രികൾ നിറയ്ക്കുകയും ചെയ്തു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ദുര്യോധനൻ തന്റെ സൈന്യങ്ങളെയൊക്കെ പരിശോധിച്ചു. ഏതു വിധത്തിലുള്ള പോരിനും പോരുന്നവരാണ് തന്റെ സൈന്യങ്ങളെന്ന് അവന് വിശ്വാസമായി. അവൻ അത്യന്തം സന്തോഷത്തോടെ ഉച്ചത്തിൽ അട്ടഹസിച്ചു. അത് കേട്ട് മറ്റ് രാജാക്കന്മാരും യോദ്ധാക്കളും ദുര്യോധനനെ ജയ് വിളിച്ച് അവനെ സന്തുഷ്ടനാക്കി. 11 അക്ഷൗഹിണിക്കും 11 സേനാനായകന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെപ്പറ്റി ദുര്യോധനൻ രാജാക്കന്മാരുമായി ആലോചിച്ചു. അനന്തരം ദ്രോണൻ, കൃപൻ, ശല്യൻ, ജയദ്രഥൻ, സുതീക്ഷണൻ, ഹാർദിക്യൻ, അശ്വത്ഥാമാവ്, കർണൻ, യൂപകേതൻ, ശകുനി, ബാൽഹലീകൻ എന്നീ 11 പേരെ ഓരോ അക്ഷൗഹിണിയുടെയും സേനാനായകന്മാരാക്കിയിരിക്കുന്നതിനായി ദുര്യോധനൻ വിളംബരം ചെയ്തു. രാജാക്കന്മാരും സേനൽ വിഭാഗങ്ങളും ഉച്ചത്തിൽ കരഘോഷം മുഴക്കി. ദുര്യോധനന്റെ തീരുമാനം അംഗീകരിച്ചു. കൗരവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ ആരായിരിക്കണമെന്ന ചിന്തയായി എല്ലാവർക്കും. ദുര്യോധനൻ അക്കാര്യം നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു. അവൻ ഭീഷ്മരെ സമീപിച്ച് വളരെ നയത്തോടും തന്ത്രത്തോടും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, പിതാമഹ, ശരിയായ സേനാനായകനില്ലെങ്കിൽ എത്ര വലിയ സേനയായാലും ഉറുമ്പിൻ കൂട്ടം പോലെ ചിന്നിച്ചിതറിപ്പോവും. ഞങ്ങൾക്കൊരേ ഒരു ബന്ധുവും രക്ഷിതാവും അങ്ങല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ സൈന്യങ്ങളെ നയിക്കുന്നതിന് അങ്ങയെപ്പോലെ കഴിവുള്ള മറ്റൊരാളെ ഞാൻ കാണുന്നില്ല. അവിടുന്ന് യുദ്ധവിദ്യയിൽ ശക്രന് സമനാണ്. കാർത്തികേയൻ ദേവന്മാരെ വിജയത്തിലേക്ക് നയിച്ചതുപോലെ അങ്ങ് ഞങ്ങളെ നയിച്ചാലും. ഭീഷ്മർ പറഞ്ഞു, അങ്ങനെയാവട്ടെ. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളും പാണ്ഡവന്മാരും ഒരുപോലെയാണ്. എന്നാൽ എൻ്റെ പ്രതിജ്ഞ പാലിക്കേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ സർവ്വസൈന്യാധിപത്യം ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചത്. യുദ്ധത്തിൽ 1000 ഭടന്മാരെയും രാജാക്കന്മാരെയും ഞാൻ കൊന്നൊടുക്കാം. എന്നാൽ എനിക്ക് പാണ്ഡവന്മാരെ കൊല്ലുവാൻ സാധ്യമല്ല, പ്രത്യേകിച്ചും അർജുനനെ. അവനെ ആർക്കും വധിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവനെപ്പോലെ സമർത്ഥനായ ഒരു രഥിയെ വേറെ കാണുകയില്ല. അവൻ്റെ രഥം പോലെ ഒരു രഥവും ഉണ്ടായിട്ടില്ല. ഉണ്ടാകുമെന്ന് വിചാരിക്കുവാൻ പോലും വയ്യ. വാസുദേവനാണ് സൂതൻ. യോദ്ധാവ് സവ്യസാചിയാണ്. വില്ല് ദിവ്യമായ ഗാണ്ഡീവമാണ്. വാജികൾ വായുവേഗങ്ങളാണ്. ദിവ്യകവചമാകട്ടെ ഭേദിക്കുവാൻ സാധിക്കാത്തതാണ്. ആവനാഴികൾ അമ്പൊടുങ്ങാത്തതാണ്. അസ്ത്ര സമൂഹങ്ങളാണെങ്കിൽ മഹേന്ദ്രം, രൗദ്രം, കൗബരം, യാമ്യം, വാരുണം എന്നിവയാണ്. അവൻ്റെ അത്യുഗ്രമായ ഗത കണ്ടാൽ തന്നെ ഭയപ്പെടും. ഈ അർജുനനോട് എതിർക്കുവാൻ 2 ആൾ മാത്രമേ ശക്തരായിട്ടുള്ളൂ, ഞാനും ദ്രോണാചാര്യരും. എന്നാൽ പാർത്ഥൻ യുവാവാണ്, ചതുരനാണ്. ഈ ഞങ്ങൾ 2 പേരും വൃദ്ധരും. അപ്പോൾ ഫലം എന്താണെന്ന് ഊഹിക്കാമല്ലോ. ഇനി മറ്റൊരു കാര്യം, നിന്റെ ചങ്ങാതി കർണൻ എൻ്റെ നേതൃത്വത്തെ ഇഷ്ടപ്പെടുന്നവനല്ല. അവൻ നേതാവാകുവാൻ വെമ്പൽ കൊള്ളുന്നവനാണ്. പക്ഷെ അവൻ യുദ്ധക്കളത്തിൽ അധിരഥനല്ല. സാരഥി മരിച്ചുപോയാലും തനിച്ചു തീർ തെളിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് ശത്രുക്കളെ ജയിക്കുന്ന അദ്വിതീയനായ വില്ലാളിയത്രേ അധിരഥൻ. അങ്ങനെയുള്ള കഴിവ് കർണനില്ല. അവൻ വെറും അർദ്ധരഥിയാണ്. സഹജമായി അവനുണ്ടായിരുന്ന ചട്ടയും കർണകുണ്ടലങ്ങളും അവൻ കളഞ്ഞു കുളിച്ചു. അവൻ പരശുരാമനാൽ ശപിക്കപ്പെട്ടവനുമാണ്. ഇവൻ അർജുനനോടേറ്റാൽ ജീവനും കൊണ്ട് പോരുകയില്ല. ഇത് കേട്ടുകൊണ്ട് നിന്നിരുന്ന ദ്രോണൻ ഭീഷ്മരുടെ അഭിപ്രായത്തെ ശരിവെച്ചിട്ട് പറഞ്ഞു, വീമ്പ് പറയുന്ന കർണൻ യുദ്ധത്തിലെല്ലാം പിൻവാങ്ങുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്നിൽ ഉറച്ചു നിൽക്കാതെ പതറിപ്പോകുന്ന ഇവൻ അർദ്ധരഥിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അർദ്ധരഥി എന്നാൽ യുദ്ധത്തിൽ ധീരതയില്ലാത്തവനെന്നാണ് അർത്ഥം. അർദ്ധരഥന് തേരാളിയുടെ സാമർഥ്യമൊന്നുമില്ല. അവന് മറ്റൊരാളുടെ സഹായത്തോടെ മാത്രമേ രഥത്തിലിരുന്ന് പോരാടുവാനുള്ള കഴിവുള്ളൂ. താൻ അപ്രകാരമുള്ള ഒരു യോദ്ധാവാണെന്ന് ഭീഷ്മരും ദ്രോണരും പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ ആള് കാണും. താൻ അങ്ങേയറ്റം നിന്ദിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കർണൻ കരുതി. മുറിവേറ്റ പുലിയെപ്പോലെ അവൻ ചീറി. അവൻ പൊട്ടിത്തെറിച്ചു. അവൻ അസഹ്യതയോടെ പറഞ്ഞു,
ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പിതാമഹൻ എന്നെ അടിക്കടി വാക്ഷരം കൊണ്ട് കുത്തിപ്പിളർക്കുന്നു. അതൊക്കെ ഞാൻ ദുര്യോധനു വേണ്ടി പൊറുക്കുകയാണ്. അങ്ങനെ വെറും വിഡ്ഢിയെ പോലെ മന്ദനാണെന്ന് വിചാരിക്കുന്നു. പരമാർത്ഥം പറഞ്ഞാൽ ഞാനല്ല അർദ്ധരഥൻ, ഇത് പറഞ്ഞവർ തന്നെയാണ്. ദുര്യോധന, ഈ ഭീഷ്മരെ വിശ്വസിക്കരുത്. സൈന്യത്തിനുള്ളിൽ ഛിദ്രമുണ്ടാക്കുവാനാണ് ഈ മനുഷ്യന്റെ ശ്രമം. അല്ലെങ്കിൽ ഈ അല്പൻ കൗരവർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ സന്നദ്ധരായിരിക്കുന്ന എന്നെ തേജോവധം ചെയ്യുവാൻ ഒരുങ്ങുമോ? അമോഘ ബാണനായ ഞാൻ ചെല്ലുമ്പോൾ പാണ്ഡവരും പാഞ്ചലരുമൊക്കെ പുലിയെ കണ്ട കാളകളെ പോലെ 4 ദിക്കിലും പായുന്നത് കാണാം. മന്ദബുദ്ധിയും കിഴവിനും കാലന്റെ കൽപ്പന കൈപ്പറ്റിയവനുമാണ് ഈ ഭീഷ്മർ. വൃദ്ധന്മാർ പറയുന്നത് കേൾക്കണമെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. എന്നാൽ അതിവൃദ്ധൻ ബാലന് തുല്യനാണ്. അതിവൃദ്ധൻ പറയുന്നതിനെ ആരും കണക്കിലെടുക്കരുത്. ഞാൻ ഒറ്റയ്ക്ക് പാണ്ഡവസേനയെ മുഴുവൻ മുടിക്കാം. എന്നാൽ ഇതിന്റെ പേരും പ്രശസ്തിയും സേനാധിപതിയായ ഭീഷ്മർക്കാണ് കിട്ടുക. ആകയാൽ ഈ ഭീഷ്മർ സേനാനായകനായി ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ യുദ്ധം ചെയ്യുകയില്ല. എൻ്റെ ആൾക്കാരെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഭീഷ്മർ വീണു കഴിഞ്ഞാൽ ഞാൻ സർവ്വമഹാരഥന്മാരോടും എതിർത്തുകൊള്ളാം. ഭീഷ്മർ ഇത് കേട്ട് സഗൗരവം പറഞ്ഞു, ഈ യുദ്ധത്തിന്റെ എല്ലാ ഭാരവും ഞാൻ വഹിക്കുന്നു. യുദ്ധം തുടങ്ങുവാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഛിദ്രം നമുക്ക് ചേർന്നതല്ല. അതുകൊണ്ടെടാ നീചനായ സൂതപുത്ര, നിന്റെ ജീവൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഈ യുദ്ധം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ കണ്ടുകൊള്ളാം. കർണൻ കോപാകുലനായി സദസ്സിൽ നിന്നിറങ്ങിപ്പോയി. ഭീഷ്മരും കർണനും തമ്മിലുള്ള സംവാദം ദുര്യോധനനെ തളർത്തി. അവന് രണ്ടുപേരും ഒരുപോലെ വേണ്ടപ്പെട്ടവരാണ്. രണ്ടുപേരുടെയും കഴിവുകൾ യുദ്ധവിജയത്തിന് ആവശ്യവുമാണ്. എന്നാൽ ഭീഷ്മർ സർവ്വസൈന്യാധിപനായി ഇരിക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹവും കർണനും കൂടി ഒരുമിച്ച് യുദ്ധം ചെയ്യുകയില്ലെന്ന് തീർച്ചയായി. ഏതായാലും ഭീഷ്മരെ സർവ്വസൈന്യാധിപനായി അംഗീകരിച്ച് അഭിഷേകം ചെയ്തു. മറ്റ് സേനാനായകന്മാരും രാജാക്കന്മാരും ഭീഷ്മരെ വണങ്ങി. ഭീഷ്മർക്ക് പുതിയ ഉണർവും ആവേശവും ഉണ്ടായി. അദ്ദേഹം ശംഖുനാദം മുഴക്കുകയും ഉച്ചത്തിൽ അട്ടഹസിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ആകാശത്ത് അവ്യക്തമായ അശരീരി കേൾക്കുകയും പല വിധത്തിലുള്ള ദുർലക്ഷണങ്ങൾ കാണുകയും ചെയ്തു. ഇങ്ങനെയിരിക്കെ പാണ്ഡവന്മാരും കൗരവന്മാരും അവരവരുടെ സൈന്യത്തിന്റെ അവസാനത്തെ നിമിഷത്തെ തയ്യാറെടുപ്പുകളും തിരക്കിട്ട ആലോചനകളും നടത്തിക്കൊണ്ടേയിരുന്നു. ആ അവസരത്തിൽ ദുര്യോധനൊരു ആശയം ഉദിച്ചു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാണ്ഡവരുടെ മനോവീര്യം കെടുത്തുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് അയാൾ അതിനെ കണ്ടത്. അയാൾ ശകുനിയുടെ പുത്രനായ ഉലൂകനെ വിളിച്ച് രഹസ്യമായി അവനോട് പറഞ്ഞു, നീ പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് എന്റെ ദൂതനായി പോകണം. പാണ്ഡവരെ ഓരോരുത്തരെയും നോക്കി അവർക്ക് മനചാഞ്ചല്യം ഉണ്ടക്കത്തക്ക വിധത്തിൽ ഓരോന്ന് പറയണം. ഞാൻ പറഞ്ഞതയച്ചതാണെന്ന് പറഞ്ഞാൽ മതി. ഒരു ദൂതൻ എന്ന നിലയിൽ അവർ നിനക്ക് ഒരു ദ്രോഹവും ചെയ്യുകയില്ല. ഉലൂകൻ സമ്മതിച്ചു. എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ആരോഞ്ഞപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, യുധിഷ്ഠിരനോട് പറയേണ്ടത് ഇപ്രകാരമാണ്. ഹോ, നീ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയുകയും ഭാവിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് നിന്റെ ശ്രമം ലോകനാശത്തിനു വേണ്ടിയല്ലേ? നിന്റെ വാക്ക് ഒരു വിധവും പ്രവൃത്തി മറ്റൊരു വിധവുമാണ്. നീ വെറും ഒരു പൂച്ച സന്യാസിയാണ്. സന്യാസിയായി നടിച്ച പൂച്ച അവസാനം എലികളെ ഓരോന്നിനെയായി തീർത്ത കഥ നീ കേട്ടിട്ടില്ലേ? നീ സഹോദരന്മാരോടും ബന്ധുക്കളോടും ഗുരുക്കന്മാരോടും രാജ്യലാഭത്തിനു വേണ്ടി പടവെട്ടുവാൻ തയ്യാറായിരിക്കുന്നു. നിനക്ക് വേദവും ശമവുമൊക്കെ ലോകരെ ചതിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതാണോ നിന്റെ ധർമ്മം? ഭീഷ്മരെയും ദ്രോണരെയും എതിർത്ത് തോൽപ്പിക്കാമെന്ന് വിശ്വസിക്കുന്ന നീ കിണറ്റിൽ വീണ തവളയെപ്പോലെ മൂഢനാണ്. ഭീമസേനോട് പറയേണ്ടത് ഇപ്രകാരമാണ്. എട പൊണ്ണത്തഴിയ, നീ വെറുമൊരു തീറ്റ പണ്ടാരമാണ്. യുദ്ധം എവിടെ, തീറ്റ എവിടെ? നീ വലിയ പൗരുഷശാലിയാണെന്ന് വീമ്പിളക്കുന്നുണ്ടല്ലോ. നിന്റെ ഭാര്യയെ ഞാൻ സഭയിൽ കയറ്റിയപ്പോൾ നിന്റെ പൗരുഷമൊക്കെ എവിടെ പോയി? കരിയും പിടിച്ച് പുകയുമേറ്റ് അടുക്കളക്കാരിയായി പണിയെടുത്ത നീയാണോ പൗരുഷശാലി? പെരുവയറാ, നീ പോരിനു വന്ന് നിൽക്കൂ. നീ ഗതയും തഴുകി ചത്തുകിടക്കുന്നത് അപ്പോൾ കാണാം. ഉലൂക, അർജുനനോട് പറയേണ്ടത് എന്താണെന്നറിയാമോ? എടാ അർജുന, നീ പുരുഷനാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. വിരാടന്റെ അന്തഃപുരത്തിൽ ഷണ്ടനായി ആടിപ്പാടിയാൽ നടന്ന നിനക്ക് എന്തു പൗരുഷമാണുള്ളത്? നിനക്ക് അല്പമെങ്കിലും പൗരുഷമുണ്ടായിരുന്നെങ്കിൽ നീയും സഹോദരന്മാരും കരഞ്ഞലഞ്ഞുകൊണ്ട് കാടുനീളെ തെണ്ടി നടക്കുമോ? നിന്റെ പന പോലുള്ള ഗാണ്ഡീവത്തെയും അമ്പൊടുങ്ങാത്ത ആവനാഴിയെയും പറ്റി നീ വാതോരാതെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. നിന്റെ ഭാര്യയെ എൻ്റെ സഭയിൽ വരുത്തി സഭാവാസികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോൾ നിന്റെ ഗാണ്ഡീവം എവിടെ പോയി? ലജ്ജയില്ലാതെ അത് കണ്ടു നിന്ന നീ
ഞങ്ങളെയൊക്കെ കൊല്ലുമെന്ന് ഇപ്പോൾ മേനി പറയുന്നു. വാക്കുകൊണ്ട് ശൗര്യം പറയുവാൻ സാധിക്കാത്തവരായി ലോകത്തിൽ വല്ലവരുമുണ്ടോ? നീയും അങ്ങനെയുള്ളവരെ പോലെയാണ്. പൊങ്ങച്ചം പറയുന്ന വിഡ്ഢിയായിട്ട് മാത്രമേ ലോകം നിന്നെ ഗണിക്കുകയുള്ളൂ. ഇതുകൂടാതെ നകുല സഹോദരന്മാരോടും ദ്രുപദനോടും വിരാടനോടും ശിഖണ്ഡിയോടും ദൃഷ്ടദ്യുമ്നനോടും മറ്റും പറയേണ്ട വാക്കുകൾ എന്തൊക്കെയാണെന്ന് ദുര്യോധനൻ പറഞ്ഞുകൊടുത്തു. എല്ലാം അവരെ കഠിനമായി അധിക്ഷേപിക്കുന്നവരെയും അവരുടെ ധൈര്യം കെടുത്തുന്നതിന് ഉദ്ദേശിച്ചുള്ളവയുമായിരുന്നു. അവസാനം കൃഷ്ണനോട് പറയേണ്ട വാക്കുകളും ദുര്യോധനൻ ഉലൂകനെ പറഞ്ഞുകൊടുത്തു. അതിപ്രകാരമായിരുന്നു: എടാ കൃഷ്ണ, നീ ഞങ്ങളുടെ സഭയിൽ വന്ന് മായാബലം കൊണ്ട് ചില രൂപമൊക്കെ കാണിച്ചുവല്ലോ. ഈ വേഷമൊന്നും എന്നോടെടുക്കേണ്ട. എനിക്കും ചിലതൊക്കെ അറിയാം. മായ കൊണ്ട് ആകാശത്തും വായുവിലും പാതാളത്തിലും ഇന്ദ്രപുരിയിലുമൊക്കെ ഞാനും പോകാം. പലതരം രൂപങ്ങളെയും ഞാൻ എൻ്റെ ദേഹത്തിൽ കാണിച്ചു തരാം. ഈ വക വേഷം കാണിച്ചാൽ ഞാൻ ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് നിന്റെ വിചാരം. പാവം, ശത്രു പേടിപ്പിച്ചാൽ പേടിച്ചു പോകുന്നവനല്ല ദുര്യോധനൻ. നിന്റെ മായാജാലമൊക്കെ ഈ യുദ്ധത്തിൽ കാണട്ടെ. നിന്നെ ഞാൻ എല്ലാവിധത്തിലും തകർക്കും. പാണ്ഡവരെയും ബന്ധുക്കളെയും സ്നേഹിതരെയും തേജോഭംഗം പെടുത്തുന്നതിന് വേണ്ടിയാണ് ദുര്യോധനൻ ശകാരവാക്കുകളുമായി ഉലൂകനെ പാണ്ഡവ ശിബിരത്തിലേക്ക് അയച്ചത്. എന്നാൽ അതിൻ്റെ ഫലം നേരെ മറിച്ചായിരുന്നു. ക്രുദ്ധനായ പാമ്പിനെ സൂചി കൊണ്ട് കുത്തുന്ന വിധത്തിലായിരുന്നു ആ വാക്കുകൾ കേട്ട പാണ്ഡവരും മറ്റും വിജംപ്രീത വീര്യരായി. അവരെല്ലാം ഇരിപ്പിടങ്ങളിൽ നിന്ന് ചാടി എണീറ്റു. ശോഭം കൊണ്ട് നെറ്റിത്തടം വിയർത്തു. കണ്ണുകൾ കലങ്ങിച്ചു വന്നു. കൈകൾ കൂട്ടിഞ്ഞിരിച്ചു. ഭീമന്റെ കത്തിജ്വലിക്കുന്ന കോപം കണ്ടപ്പോൾ അവൻ ഉലൂകനെ ഹംസിക്കുമോ എന്ന് യുധിഷ്ഠിരനും കൃഷ്ണനും ഭയപ്പെട്ടു. ദൂതനോടെതിരായി ഒന്നും പ്രവർത്തിക്കരുതെന്നുള്ള തത്വം അവർ എല്ലാവരോടുമായി ഓർമ്മിപ്പിച്ചു. ഭീമൻ അമർഷത്തോട് പറഞ്ഞു: എടാ ഉലൂക, നിന്റെ അച്ഛനായ ശകുനിയോടും യജമാനായ ദുര്യോധനോടും പറഞ്ഞയക്കുക. ഭീമൻ ചെയ്തിട്ടുള്ള സത്യം പാലിക്കുമെന്നാണ്. ഞാൻ ദുശാസനെയും ദുര്യോധന്റെ മുന്നിൽ വെച്ച് തന്നെ കൊന്ന് അവന്റെ ചോര കുടിക്കും. ദുര്യോധന്റെ തുട തച്ചു പൊളിക്കും. കൃഷ്ണനും നകുല സഹദേവന്മാരും ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും ദ്രുപദനും വിരാടനുമെല്ലാം കടുത്ത ഭാഷയിൽ തന്നെ ഉലൂകനോട് മറുപടി പറഞ്ഞു. എല്ലാവരെയും മറുപടി കേട്ടുകഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നായി ഉലൂകന്. യുധിഷ്ഠിരൻ മാത്രമേ സൗമ്യമായി മറുപടി പറഞ്ഞുള്ളൂ. അദ്ദേഹം നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉലൂകനെ യാത്രയാക്കി. ഉലൂകൻ മടങ്ങിയെത്തി തൻ്റെ ദൗത്യവിവരം കൗരവസഭയിൽ പറഞ്ഞു. യുധിഷ്ഠിരന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് താൻ ജീവനോടെ മടങ്ങിയെത്തിയതെന്നും പാണ്ഡവന്മാർ എല്ലാ സജ്ജീകരണങ്ങളാലും പൂർത്തിയാക്കി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നുവെന്നും അവരുടെ ശക്തി വലുതാണെന്നും കൂടി അവൻ അറിയിച്ചു. ദുര്യോധനൻ ഉടൻ തന്നെ കൗരവ സൈന്യങ്ങളുടെ വ്യൂഹം ചമച്ച് പാണ്ഡവരെ നേരിടുവാൻ തയ്യാറാകണമെന്ന് ഭീഷ്മരോട് അഭ്യർത്ഥിച്ചു. ഭീഷ്മർ അതിന് തയ്യാറായി. ഉത്സാഹം കൊണ്ടും ആവേശം കൊണ്ടും ഉച്ചത്തിൽ അട്ടഹസിച്ചു. അദ്ദേഹം കൗരവ സൈന്യങ്ങളുടെ മേന്മയും പാണ്ഡവരെ ജയിക്കുവാനുള്ള കഴിവിനെയും വാഴ്ത്തിപ്പറഞ്ഞു. പാണ്ഡവരെയും അവരുടെ എല്ലാ സൈന്യങ്ങളെയും കൊന്നുമുടിച്ച് കൗരവരാജ്യം സുരക്ഷിതമാക്കി തീർക്കുമെന്നും ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ലെന്നും പറഞ്ഞ ദുര്യോധനനെ ധൈര്യപ്പെടുത്തി. ഭീഷ്മ പിതാമഹന്റെ സ്നേഹവാത്സല്യങ്ങളെയും യുദ്ധത്തിനുള്ള ഉത്സാഹത്തെയും ശത്രുക്കൾ ജയിക്കുവാനുള്ള വാശിയെയും കണ്ട ദുര്യോധനൻ അദ്ദേഹത്തെ വളരെയധികം മാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ ദുര്യോധനൻ ഭീഷ്മരോട് ചോദിച്ചു: പിതാമഹ, വളരെ നാളായി എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരാഗ്രഹം ഞാൻ ചോദിക്കട്ടെ. അതിൻ്റെ വിവരം അറിയുവാൻ എനിക്ക് അതിയായ കൗതുകമുണ്ട്. സുസജ്ജമായ പാണ്ഡവ സൈന്യത്തെപ്പറ്റി എല്ലാ വിവരങ്ങളും അങ്ങേക്കറിയാമല്ലോ. ആ സൈന്യത്തെ എത്ര കാലം കൊണ്ട് ഭവാൻ ഒടുക്കുവാൻ കഴിയും? വില്ലാളി വീരനായ ദ്രോണാചാര്യൻ എത്ര നാൾ കൊണ്ടൊടുക്കും? ദ്വിജേന്ദ്രനായ അശ്വത്ഥാമാവിന് എത്ര കാലം വേണ്ടിവരും? നിങ്ങളെല്ലാം ദിവ്യാസ്ത്ര പ്രൗഢിയുള്ളവരാണല്ലോ. ഭീഷ്മാചാര്യർ പറഞ്ഞു: ഹേ രാജാവേ, ശത്രുക്കളുടെ ബലാബലം അറിയുവാൻ ആഗ്രഹിക്കുന്നത് യുദ്ധസന്നദ്ധനായ ഒരു രാജാവിന് ചേർന്നത് തന്നെയാണ്. ഞാനതിൽ സന്തോഷിക്കുന്നു. എനിക്കുള്ള പരമാവധി ബലം ഞാൻ പറയാം. എൻ്റെ കൈകൾക്കുള്ള ബലവും ശസ്ത്രങ്ങളുടെ വീര്യവുമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഉത്സാഹിച്ചാൽ പാണ്ഡവ പടയെ മുഴുവൻ 1 മാസം കൊണ്ട് പോരാടി ഒടുക്കാം. ഭീഷ്മന്റെ വാക്കുകേട്ട ദുര്യോധനൻ ദ്രോണരുടെ അഭിപ്രായം അറിയുവാൻ ആഗ്രഹിച്ചു. ദ്രോണാചാര്യർ പറഞ്ഞു: ഞാനിപ്പോൾ വൃദ്ധനായില്ലേ? എൻ്റെ പ്രാണചേഷ്ടകളൊക്കെ മന്ദിച്ചു. എന്നാലും ശസ്ത്രാഗ്നി കൊണ്ട് ഞാൻ പാണ്ഡവ സൈന്യത്തെ ശാന്തനായ ഭീഷ്മരെ പോലെ 1 മാസം കൊണ്ട് മുടിച്ചു വിടാമെന്നും എൻ്റെ അഭിപ്രായം. കൃപൻ 2 മാസം കൊണ്ടൊടുക്കാമെന്ന് പറഞ്ഞു. 10 ദിവസം കൊണ്ടൊടുക്കാമെന്ന് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പറഞ്ഞു.
എന്നാൽ വെറും 5 ദിവസം കൊണ്ട് പാണ്ഡവപ്പടിയെ മുഴുവൻ നശിപ്പിക്കാമെന്നാണ് കർണൻ പറഞ്ഞത്. തുടരും.